ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ കളർ പെൻസിൽ ഷെയ്ഡിങ്ങിൽ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്ലവറിൻ്റെ ഡ്രോയിങ് ആണ്. സോ ഫോർ ദാറ്റ് ഞാൻ ഫസ്റ്റ് ഫ്ലവറും, അതായത് നിറയെ പെറ്റൽസ് ഉള്ള മൾട്ടിപ്പിൾ പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ്. സോ ഐം ഗോണ ഡ്രോ ഒരു ഇന്നർ സർക്കിൾ കേട്ടോ. ഇന്നർ സർക്കിൾ എന്ന് പറയാൻ കാരണം ഇതതിൻ്റെ സെൻറ്റർ പോർഷനാണ്. സോ ഞാനൊരു ഇന്നർ സർക്കിൾ വരച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എം ഗോണ ഡ്രോ ആൻ ഔട്ടർ സർക്കിൾ. ഔട്ടർ സർക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ വീതി കുറവും താഴത്തേക്ക് വീതി കൂടുതലും വരണം. ഇത് മുകൾ ഭാഗത്ത് വീതി കുറവും ഇവിടെ നിന്ന് ഇവിടെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ഗ്യാപ്പ് ഉണ്ടോ, ഇവിടെ കൂടുതൽ ഗ്യാപ്പ് വരണം. ഓൾറൈറ്റ്. ഇനി ഇതിനെ നമ്മൾ കുറച്ചൊരു ഷേപ്പ്ലെസ് ആക്കണം. ഞാൻ അതിനൊന്ന് എന്താ ചെയ്യുക, അതെങ്ങനെ ഒരു 3 സർക്കുലർ ഷേപ്പ് പോലെ ആക്കുന്നുണ്ട്. ആൻഡ് ഐ വിൽ ബി ഡ്രോയിങ് ദീസ് പോയിൻറ്റ്സ് വിത്ത് മാർക്കർ ഓൾസോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായി കാണാൻ പറ്റും. ഇനി അടുത്തത് നമ്മളിതാ ഇങ്ങനെ പെറ്റൽസ് വരയ്ക്കുകയാണ്. ചിലതൊക്കെ ഇങ്ങനത്തെ ഓരോ ഷേപ്പുകളിലൊക്കെ ആട്ടോ വരയ്ക്കണേ. നമ്മൾ ആദ്യം കുറച്ച് പെറ്റൽസ് വരച്ചു. ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ചും കൂടെ പെറ്റൽസ് വരച്ചു കൊടുക്കണം. ഇവിടെയൊക്കെ വരുമ്പോൾ ചിലത് ഹാഫായിട്ടും ചിലത് ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന രീതിയിലേക്കൊക്കെയാണ്. ഇനി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം നമുക്ക്. കുറച്ചൊരു റാൻഡമായിട്ടാട്ടോ വരയ്ക്കുന്നത്. നമുക്ക് ഇതായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്റ്റെമ്മ് ഞാൻ എന്താ ഈ ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു സ്റ്റെമ്മാണ് വരയ്ക്കുന്നത്, കണ്ട. ഇനി ലെറ്റ്സ് ഡ്രോ 2 ടൈപ്സ്, 2 സെറ്റ് ഓഫ് ലീഫ് വരയ്ക്കുന്നത്. ഇങ്ങനെ ഒരു സിക്സാക്ട് മെഷറിൽ കൊടുത്തിട്ട് ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട്. ഈ ലീഫ് വരയ്ക്കുന്നത് ലിറ്ററലി ഞാനിങ്ങനെ ഒരു 2 ഭാഗം ഇങ്ങനെ ഇതായിട്ട് നടുവിലൊരു താഴ്ന്ന ഭാഗമുള്ളത് വരച്ചു. ആൻഡ് അതേപോലെ കൊണ്ടുവന്ന് അതിനെ ഇപ്പുറത്തേക്ക് ക്ലോസ് ചെയ്തു. ആൻഡ് ഉള്ളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻസ് കൊടുത്തു. ഇനി നമ്മളിതിന് മാർക്കർ കൊണ്ട് വരച്ചതിന് ശേഷമാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. സോ മാർക്കറിൽ ഇത് കണ്ടോ, ഞാൻ ഇതൊക്കെ ഒരു ഇറഗുലർ ഷേപ്പായിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ആർച്ച് പോലെയുള്ള പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലത്തെ സെൻറ്റർ ഇതിന്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും കുറച്ചിങ്ങനെ ഒരു ഡോട്ട്സ് കുറച്ചൊന്ന് വലിച്ചു വിട്ടിട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കുന്ന കളർ ഷെയ്ഡ് ഇസ് ആക്ച്വലി നല്ലൊരു യെല്ലോ, എൻ്റെ കയ്യിലുള്ള ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ സെൻറ്റർ പാർട്ട് നമ്മൾ ലൈറ്റ് യെല്ലോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ശരിക്കും നിങ്ങൾക്ക് ഈ പെറ്റൽ ഏത് കളർ കോമ്പിനേഷനിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പ്രിഫറബിളി അതിൻ്റെ ലൈറ്റർ ആൻഡ് ഡാർക്ക് ഷെയ്ഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പെറ്റൽസ് നൗ. പെറ്റൽ ഞാൻ വരയ്ക്കുമ്പോൾ ഗോണ സ്റ്റാർട്ട് വിത്ത് ഇങ്ങനെ പെറ്റൽസ് ആദ്യം ഓരോന്നായിട്ട് വരച്ചു കൊടുക്കാം.
ഈ കോർണറിൽ വരുന്നതുകൊണ്ട് നമ്മൾ അതിനൊന്ന് ചെരിച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ? നമ്മുടെ പെറ്റൽസ് ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാസ് മായ്ച്ച് കളയാം. എക്സ്ട്രാസ് മായ്ച്ച് കളഞ്ഞാലേ ആ ഒരു ക്ലീൻ പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. എപ്പോഴും ഏത് ഈ ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം എക്സ്ട്രാസ് മായ്ച്ച് കളയാൻ നോക്കുക. നമുക്കും അപ്പോഴാണ് എവിടെയെങ്കിലും ഒരു കറക്ഷൻ വേണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചേഞ്ച് വേണോ എന്നുള്ളതൊക്കെ അറിയുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫൈനൽ വൺ. നമ്മൾ ഏകദേശം ഉദ്ദേശിച്ച പോലെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കളർ ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, കളർ ഫില്ല് ചെയ്യുമ്പോൾ ഇനി ഞാൻ വയലറ്റിൻ്റെ 3 ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. 3 ഷെയ്ഡിൽ 2 ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇത് ഏറ്റവും ഡാർക്ക് വയലറ്റാണ്. നമുക്കത് വേണ്ട. ഫസ്റ്റ് ഈ ഒരു ലൈലാക്ക് കളറിലെ ഏറ്റവും ലൈറ്റായിട്ടുള്ളത് അത് ഞാൻ ത്രൂ ഔട്ട് എല്ലാ പെറ്റൽസിനും കൊടുക്കുകയാണ്. അത് വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് ആട്ടോ കൊടുക്കണേ. നിങ്ങൾക്ക് നോക്കുമ്പോൾ അതൊരു ബ്ലൂയിഷ് ആയി തോന്നും. അതൊരു ലൈലാക്ക് കളറാണ് വെച്ചാൽ വിച്ച് ഇസ് ദ ലൈറ്റസ്റ്റ് ഷെയ്ഡ് ഓഫ് പേർപ്പിൾ. ആ പേർപ്പിൾ ബ്ലൂന്ന് പേർപ്പിളിലേക്ക് പോകുന്ന ആ ട്രാൻസിഷനില്ലേ, ആ കളറാണ് ഈ ലൈലാക്കിൻ്റെ ഒരു ലൈറ്റർ ഷെയ്ഡ് വരുന്നത് ഇൻ ടേംസ് ഓഫ് കളർ പെൻസിൽസ് കേട്ടോ. ശരിക്കും ലൈലാക്ക് നമ്മൾ ഡ്രസ്സിലൊക്കെ വരുമ്പോൾ വളരെ കുറച്ചും കൂടെ ഇതിലും ലൈറ്റ് ഷെയ്ഡാണ് വരിക. ബട്ട് ദിസ് ഇസ് പെൻസിൽ. നമ്മൾ കൊടുക്കുന്ന ഗ്രാവിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു സ്ട്രെങ്ത്ത് നമ്മുടെ പെൻസിലിന്, ആ പെൻസിലിന് സ്ട്രെങ്ത്ത് അനുസരിച്ചിരിക്കും കൊടുക്കുന്നത്. ഇപ്പം എനിക്ക് ഈ ഒരു ടോണാണ് വേണ്ടത്. അപ്പം ഞാനൊരു മിഡിലാണ് പെൻസിൽ പിടിച്ചിരിക്കുന്നത് ത്രൂ ഔട്ട്. കാരണം നമ്മൾ അടുത്ത ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇവിടെ ആ കളർ ചേഞ്ച് കാണണമല്ലോ നമുക്ക്. അല്ലെങ്കിൽ രണ്ടും സിമിലറായി പോകില്ല, ഒരേ കളറിൻ്റെ 2 ഷെയ്ഡ് എന്നുള്ള ഫീല് വരില്ല. നമുക്കിതൊന്ന് ക്വിക്കായിട്ട് കൊടുത്ത് കാണാം. ഞാനിപ്പോൾ അറ്റത്താണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ വളരെ മൈന്യൂട്ടായിട്ടാണ് അതിൻ്റെ ബലം അധികം കൊടുക്കാതെ ലൈറ്റ് സ്ട്രെങ്ത്താണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇവിടെ പിടിക്കുമ്പോഴുള്ള സെയിം സ്ട്രെങ്ത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സെയിം കളറ് വരാനുള്ള സ്ട്രെങ്ത്താണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് അമർത്തി പിടിച്ചിട്ടില്ല. അമർത്തി പിടിച്ചാൽ കളറ് ടോട്ടലി ഡിഫറെൻ്റ് ആവും. സോ നമ്മുടെ കൈയുടെ സ്ട്രെങ്ത്ത് കുറവ് പിടിക്കുക. വളരെ ലൈറ്റായിട്ട് കൊടുത്താൽ മതി ഇവിടെയാണ് പിടിക്കുന്നതെങ്കിൽ. കണ്ടോ, നമ്മളിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയർ ഓഫ് കളർ കൊടുത്തു കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. ഇനി ഞാൻ ഈ ഡാർക്കർ ഈ ഒരു വയലറ്റിൻ്റെ മിഡിലുള്ളൊരു ഷെയ്ഡ് എടുക്കുന്നത്. ആ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഈ നമ്മുടെ പെറ്റൽസിൻ്റെ പകുതി കൊടുക്കുന്നുള്ളൂ. ഹാഫ് കേട്ടോ. എല്ലാ പെറ്റലിനെയും പകുതി ഷെയ്ഡ് നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ചിലതിൻ്റെ ഈ റൈറ്റ് സൈഡാണ് കൊടുക്കുന്നതെങ്കിൽ ചിലതിന് നമുക്ക് ലെഫ്റ്റ് സൈഡും കൊടുക്കാം. ഞാനിവിടെ റൈറ്റ് ലെഫ്റ്റ് മാറി മാറിയൊക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ ഇഷ്ടത്തിന്. ജസ്റ്റ് റാൻഡമായിട്ടൊക്കെ കൊടുക്കുന്നത്. ചിലതിൻ്റെ അറ്റം മാത്രം കൊടുക്കും. ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ യൂണിഫോം ആയിപ്പോൾ ആ നാച്ചുറാലിറ്റി വരണമെങ്കിൽ നിങ്ങൾ കുറച്ച് മാറ്റി മാറ്റി കൊടുക്കണം. അതായത് ഐ ജസ്റ്റ് ഷോ യു വൺസ് അഗൈൻ. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഈ പർപ്പിൾ കളർ കൊടുത്തതെങ്കിൽ അടുത്തതിൻ്റെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് കൊടുക്കുന്നത്. അടുത്തത് ഞാൻ റൈറ്റ് ഹാൻഡിൽ തന്നെ കൊടുക്കുന്നു. ഒരേ ഇത് കൊടുക്കാതെ അടുത്തത് പക്ഷേ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് കൊടുക്കുന്നത്. കണ്ടോ, അപ്പോൾ ഒരു മൾട്ടി കളർ നമുക്ക് ആ
ഫ്ലവറിന് വരാൻ വേണ്ടിയിട്ടാണ്. സിക്സ് ആക്കായിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു റിയൽ ഫ്ലവറിൻ്റെ ഒരു ലുക്ക് അതിന് വരുന്നില്ലേ. നമ്മൾ എനിക്ക് തോന്നുന്നു ഈ ഓണത്തിൻ്റെ സീസണിലൊക്കെ നിങ്ങൾ ആ പൂക്കളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതേപോലത്തെ ഒരു വയലറ്റ് ഫ്ലവർ നമുക്ക് മേടിക്കാൻ കിട്ടുമായിരുന്നു. എനിക്ക് അതിൻ്റെ അത് ഡാലിയ എന്ന് ചിലവർ പറയും, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റിയൽ നെയിം ഇസ് ഡാലിയ. ചുമ്മാ പറയുന്ന പേരാണോന്ന് എനിക്കറിയില്ല. ബട്ട് ഇങ്ങനത്തെ ഒരു ഫ്ലവർ നന്നായിട്ട് നമുക്ക് കാണുമായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഓക്കെ വിൽ ട്രൈ ഡ്രോയിങ് സംതിങ് ലൈക്ക് ദിസ്. പക്ഷേ അതിൻ്റെ ചിലതിനൊക്കെ ഒരു ഇത്തിരി ലൈറ്റ് ഷെയ്ഡ്, ചിലതിനൊരു ഡാർക്ക് ഷെയ്ഡ് വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒരു 2 കളർ കോമ്പിനേഷൻ ട്രൈ ചെയ്തു. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഷുഡ് ലുക്ക്. നല്ലൊരു മൾട്ടി കളർ ഫ്ലവർ പോലെ. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു ഇതിൻ്റെ സ്റ്റെമ്മും ലീഫും കേട്ടോ. ശരിക്കും പ്രിഫറബിളി ബാറ്റിൽ ഗ്രീൻ ഉണ്ടെങ്കിൽ അതായിരിക്കണം ഇതിന് രണ്ടിനും കൊടുക്കാൻ ഏറ്റവും സ്യൂട്ടബിളായ കളറ്. എൻ്റെ കയ്യിൽ ബാറ്റിൽ ഗ്രീൻ ഇല്ല, പകരം ഞാനൊരു ഡാർക്ക് ഗ്രീൻ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സിംഗിൾ ടോണാണ് കൊടുക്കുന്നത് കേട്ടോ. അതിന് മൾട്ടി കളറൊന്നും ഞാൻ കൊടുക്കുന്നില്ല. എം ജസ്റ്റ് ഗോണ ഗോ ഫോർ സിംഗിൾ ടോൺസ്. എൻ്റെ കയ്യിലുള്ളത് ഈ ഡാർക്ക് ഗ്രീൻ ഇതാണ് ഞാൻ സ്റ്റെമ്മിന് കൊടുക്കുന്നത്. അതിൻ്റെ വളരെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. മേ ബി ഐ ക്യാൻ മിക്സ് കളേഴ്സ്, സോ ഐ എം ജസ്റ്റ് ട്രൈങ് ഫോർ ദാറ്റ്. ഞാൻ ചില സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ബാറ്റിൽ ഗ്രീൻ ഇല്ലാത്തതുകൊണ്ട് ബാറ്റിൽ ഗ്രീൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ ഈ ഗ്രീനിൻ്റെ മുകളിൽ ഞാൻ ഈ ഒരു നമ്മുടെ യെല്ലോൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡില്ലേ, ആ ഷെയ്ഡ് കൊടുക്കണ്ടോ. ഈ ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ബാറ്റിൽ ഗ്രീൻ കളർ വരുന്നുണ്ട്. സോ ആ ഗ്രീൻ കൊടുത്തു. കംപ്ലീറ്റ്ലി ആ ഗ്രീനിൻ്റെ മുകളിലാണ് ഞാൻ ഈ കളർ കൊടുക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു നമ്മൾ ചാണകപ്പച്ച എന്നൊക്കെ പറയുന്ന ബാറ്റിൽ ഗ്രീൻ കേട്ടോ, ആ ബാറ്റിൽ ഗ്രീൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ ഗ്രീനിൻ്റെ മുകളിൽ യെല്ലോ കൊടുത്തത്. സോ സെയിം തിങ് ഐ എം ഗോണ ഡു വിത്ത് ദ ലീഫ് ആസ് വെൽ. നമ്മൾ ഫുള്ളായിട്ട് ഡാർക്ക് ഗ്രീൻ കൊടുത്തു. എന്നിട്ട് മുകളിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വരാം. കണ്ടോ, ആ ഗ്രീനിൻ്റെ കളർ ടെക്സ്ചറേ ടോട്ടലി മാറുന്നത്. ഈ ലീഫിനുള്ള ഗ്രീന് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇങ്ങോട്ട് ഏറ്റവും ഡാർക്ക് ഗ്രീൻ എടുത്തു, നോർമൽ ഡാർക്ക് ഗ്രീൻ. എന്നിട്ട് ഇങ്ങോട്ട് ഗിവ് ത്രൂ ഔട്ട് ആ ഒരു പെറ്റൽസിന് ഡാർക്ക് ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട്. സോ വി ഡൺ. ഇനി നെക്സ്റ്റ് ഞാൻ ഈ യെല്ലോ എടുത്തു. ഡാർക്ക് യെല്ലോ ആണ്, ലൈറ്റ് യെല്ലോ അല്ല. എടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഈ ഗ്രീനിൻ്റെ മുകളിലൂടെ നമ്മൾ കൊടുക്കുകയാണ് ടു ഗെറ്റ് ആ ഒരു നല്ല ബാറ്റിൽ ഗ്രീൻ കളർ കിട്ടാനായിട്ട്. യെസ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ആൻഡ് ഇതാണ് ഇന്നത്തെ പെയിൻറ്റിങ്.
താങ്ക് യു.